To view this video in English, please click the link given above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന ചാപ്റ്റർ തുടങ്ങാം. ഇനി ആറ്റത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഒരു 20 ആറ്റംസ് നിങ്ങൾ പേര് കാണാതെ പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേര് തന്നിട്ടുണ്ട്. അത് ബൈഹാർട്ട് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇത് മുതൽ നമ്മൾ പഠിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കെമിസ്ട്രിയുടെ ബേസാണ്. നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം കാലം കെമിസ്ട്രി പഠിച്ചാലും ഈ ഒരു ബേസ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തറവാണെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയെ നിങ്ങൾ സ്നേഹിക്കും. അതല്ലെങ്കിൽ കെമിസ്ട്രി നിങ്ങൾക്ക് എന്നും ഒരു കീറാമുട്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ആഴത്തിൽ ഇത് പഠിച്ചു വെക്കുക. വളരെ സിമ്പിളാണ്, പക്ഷെ മനസ്സിലാക്കി വെക്കുക. എന്താണ് ആറ്റം, ആറ്റത്തിലെ സ്ട്രക്ചർ എന്താണ്, എവിടെയാണ് ഇലക്ട്രോൺ കാണുന്നത്, എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പ്രോട്ടോൺ എവിടെയാണ്, ന്യൂക്ലിയസിൽ എന്തുണ്ട്, അതിൻ്റെ മാസ് എത്രയാണ്, അതിൻ്റെ ചാർജ് എന്താണ്, ആ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ പലരും ഇങ്ങനെ വീഡിയോസ്, എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ കിടന്നുകൊണ്ട് സാധാരണ ഒരു റീൽസ് കാണുന്ന പോലെ കണ്ടങ്ങ് പോകും. ഒരിക്കലും അത് ചെയ്യരുത്. ഇപ്പോൾ ആനിമേഷൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ അല്ലാതെ എൻ്റെ വീഡിയോ പോലെയുള്ള ക്ലാസ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇരുന്ന ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആ ഗൗരവത്തോടു കൂടി, നിങ്ങൾക്കറിയാം പലരും ഓൺലൈൻ ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യില്ല, പക്ഷേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഗൗരവത്തോടു കൂടി തന്നെ ചെയ്യണം. കിടന്നുകൊണ്ടൊന്നും കാണരുത്. നിങ്ങളെപ്പോഴും NCERT ബുക്ക് എടുത്ത് വെച്ച് ഒരു പേപ്പറോ ഒരു നോട്ട് പാഡ് എടുത്ത് വെച്ചിട്ട് നിങ്ങളത് എഴുതി എടുക്കണം പോയിന്റ്സ്. എനിക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ സമയമില്ല, പക്ഷേ ഞാൻ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ടെക്സ്റ്റ് ബോർഡിൽ എഴുതാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ NCERT വായിച്ച് ഈ നോട്ടും വെച്ച് പഠിച്ചിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ വെറുതെ കണ്ട് പോയി അതങ്ങ് പോയി അടുത്ത ദിവസം വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, പക്ഷേ അവിടെ ലേണിംഗ് നടക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ ടൈം പ്രഷ്യസ് ആണ്, എൻ്റെയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ അടുത്തുള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഈ ഡോട്ട് ഞാൻ കാണിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. അതിന് ചുറ്റും കേഷലുണ്ട്. ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് കേഷലിൽ ഹാപ്പിയാണ്. അടുത്ത് വരുന്നത് ഹീലിയം എന്നൊരു ആറ്റമാണ്. അപ്പോൾ ഹീലിയത്തിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കേഷലിൽ കയറിയിരുന്നു. അടുത്ത് വരുന്നത് ലിഥിയമാണ്. ലിഥിയത്തിന് 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2 കയറി. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ കേഷൽ പറയും, എക്സ്ക്യൂസ് മീ, സോറി, എൻ്റെ സീറ്റ് കഴിഞ്ഞു, സീറ്റിംഗ് കപ്പാസിറ്റി ഈസ് ഫുൾ, യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ എവിടെ പോകണം? എൽ ഷെല്ലിലേക്ക് പോകും. അപ്പോൾ ലിഥിയത്തിൽ ഒരു ഷെല്ലും കൂടിയായി, കെയും എല്ലും. ഇനി ബെറിലിയത്തിന് 4 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 പേര് കെ ഷെല്ലിൽ വന്നു. അടുത്ത ഇലക്ട്രോൺ വരുമ്പോൾ പറയും, ഇപ്പം ഞാൻ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ ഉള്ളൂ, എൻ്റെ ഹൗസ്ഫുള്ളാണ്, നിങ്ങൾ അടുത്ത സീറ്റിൽ പൊക്കോളാൻ പറയും. അപ്പോൾ അവർ 2 പേരും എൽ ഷെല്ലിൽ പോയിരിക്കും. ബോറോൺ വരുമ്പോഴോ അവർക്ക് 5 ഉണ്ട്. 2 കഴിഞ്ഞു. അടുത്ത 3 പേര് എൽ ഷെല്ലിൽ പോയി ഇരിക്കും. കാർബണോ 6 ഉണ്ട്. 2 കഴിഞ്ഞു. അടുത്ത 4 പേരും വെളിയിൽ പോയി എൽ ഷെല്ലിൽ കയറി ഇരിക്കും. എപ്പോഴും ഓർത്തോളുക, കെയിൽ മാത്രമാണ് 2. ബാക്കി നമ്മൾ കണ്ടു 8, 16, 32 ആണെങ്കിലും ഔട്ടർ മോസ്റ്റിൽ അറ്റ് എ ടൈം 8 പാടുള്ളൂ. ഇതിൻ്റെ കൂടുതൽ ലെവല് നിങ്ങൾ 11th പഠിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇവിടെ കാർബൺ കഴിഞ്ഞു. ഇനിയാണെങ്കിൽ ഇതിൽ തന്നെ എഴുതി പോകാം, കാരണം ഇവിടെ ആഡ് ചെയ്യുക. കാരണം 8 വരെ പോകാം അല്ലേ. 7 നൈട്രജൻ ആയാലും ഇവിടെയാണ്, ഓക്സിജൻ 8 ആയാലും ഇവിടെയാണ്, 9 ഇവിടെയാണ്, 10 നിയോൺ ഇവിടെയാണ്. അപ്പോൾ നിയോൺ ആകുമ്പോൾ 10 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 2 എണ്ണം കെയിൽ കയറി കഴിഞ്ഞു. ബാക്കി 8 പേരും എൽ ഷെല്ലിൽ ഇരിപ്പ് പിടിച്ചു. അടുത്ത വരുന്നതാണ് നമ്മുടെ സോഡിയം. സോഡിയത്തിൽ 11 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 2 പേരിരുന്നു. അടുത്ത 8 പേര് അടുത്തതിലേക്ക് പോയി അല്ലേ. ഇനിയും തികഞ്ഞോ? ഇല്ല, ഒരാൾ കൂടി ഉണ്ട്. അയാൾ വന്നിരിക്കാൻ തുടങ്ങുമ്പോൾ എൽ ഷെല്ല് വരും, സോറി ഹൗസ്ഫുൾ. അപ്പോൾ അതെന്ത് പറ്റും? അടുത്തതിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ കെ ആയി, എൽ ആയി, എം ഷെല്ലായി. സോഡിയം വന്നപ്പം എം ഷെല്ലും കൂടെ വന്നു. അടുത്ത മാഗ്നീഷ്യം 12 വരുമ്പോൾ ഇവിടെ ഇരിക്കാം. അലുമിനിയം 13, 14, 15, 16, 17, 18 ആർഗൺ വരുന്നത് വരെ ഇവിടെ ഫില്ലാകാം. കാരണം 8 ആയി. ഇപ്പോൾ 2, 8, 8. ഇനി ആർഗൺ കഴിഞ്ഞ അടുത്ത ആളാണ് പൊട്ടാഷ്യം. പൊട്ടാഷ്യത്തിന് 19 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2, 8, 8 വന്നു. അവസാനത്തെ ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുമ്പോൾ എം ഷെല്ല് പറയും, സോറി ഹൗസ്ഫുൾ. അപ്പോൾ അതെങ്ങോട്ട് പോകും? എൻ ഷെല്ലിലേക്ക് പോകും. അപ്പോൾ പൊട്ടാഷ്യത്തിൽ 2, 8, 8 1 അടുത്ത കാൽഷ്യത്തിനോ 20 ആണ്. അപ്പോൾ 2, 8, 8 അടുത്ത 2 എണ്ണം ഔട്ടർ ഷെല്ലിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ കാൽഷ്യം ആണ് 20. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള ആദ്യം നിങ്ങൾ പേര് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാൻ പറ്റും. കെമിസ്ട്രിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള 2 കോൺസെപ്റ്റ്സ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒന്ന് വാലൻസി, മറ്റൊന്ന് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ നേരത്തെ അറേഞ്ച്മെൻറ്റ് കണ്ടല്ലേ. അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടായിരുന്നു?
ഒരു ആറ്റത്തിന് ചുറ്റും ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ. അപ്പോൾ കെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. ഹീലിയം വന്നപ്പോഴോ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അടുത്തത് ലിഥിയം ആയപ്പോഴോ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 1. ബെറിലിയം വന്നപ്പോഴോ കെ ഷെല്ല് 2, എൽ ഷെല്ല് 2. പിന്നെ ബോറോൺ വന്നപ്പോൾ 2, 3, കാർബൺ 2, 4, നൈട്രജൻ 2, 5 അങ്ങനെ പോയി. നിയോൺ വന്നപ്പോൾ 2, 8 ആയി. അപ്പൊ ഇത് ഫില്ലായി അല്ലേ. അടുത്ത സോഡിയം വന്നപ്പോൾ 2, 8. അടുത്തത് എവിടെ പോയി? എം ഷെല്ലിൽ പോയി. പിന്നെ സോഡിയം കഴിഞ്ഞ് മഗ്നീഷ്യം, അലൂമിനിയം അവരൊക്കെ ഇവിടെ 2, 3, 4, 5, 6, 7, 8 വന്നു. പൊട്ടാഷ്യം വന്നപ്പോൾ ഇവിടെയും 8 കഴിഞ്ഞ് അടുത്ത എൻ ഷെല്ലിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് എത്രയുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഔട്ടർ മോസ്റ്റ് കെ ആണ്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ആണ്, ഇവിടെ ഇതാണ് ഔട്ടർ മോസ്റ്റ്. അപ്പോൾ ഇതാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രഡേഷൻ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, 2, പിന്നെ വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8, പിന്നെ വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8. കാരണം 8 വരെ മാക്സിമം പറ്റുള്ളൂ. അപ്പോൾ 8 വരെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഒക്ടേറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആരാണ്? ഹീലിയം. ഹീലിയത്തിന് 2 പറ്റുള്ളൂ. കാരണം കെ ഷെല്ലിന് 2 ഇലക്ട്രോൺസ് പറ്റുള്ളൂ. ആ 2ഉം ഹീലിയത്തിൽ ഫില്ലാണ്. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും ആംബിഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പറഞ്ഞു. എന്താണ്? എങ്ങനെയെങ്കിലും ഔട്ടർ മോസ്റ്റ് 8 ആക്കുക. അപ്പോൾ 8 ആയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റ്. റിയാക്ഷന് ചെയ്യാൻ പോകണ്ട, ആരെ കാല് പിടിക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട, സ്റ്റേബിൾ ആയിട്ട് അങ്ങ് ഇരിക്കാം. എക്സെപ്റ്റ് ഹീലിയം. കാരണം ഹീലിയത്തിന് 2 പറ്റുള്ളൂ. ആ 2 സാറ്റിസ്ഫൈഡ് ആണ്. ഹീലിയം ഹാപ്പിയാണ്. പക്ഷെ ബാക്കി എല്ലാവരും അൺഹാപ്പിയാണ് അല്ലേ. ഇവിടെ നിയോൺ ഹാപ്പിയാണ്. കാരണം നിയോണിന് 8 ഉണ്ട്. അതുപോലെ ഔട്ടർ മോസ്റ്റ് 8 ഉള്ള എല്ലാവരും ഹാപ്പിയാണ്. അവർക്ക് ഇനി ഒന്നും വേണ്ട. അവർക്ക് 8 ഉണ്ടാ, ഞങ്ങൾക്ക് എല്ലാം ആയി, ഞങ്ങൾക്ക് വരുന്നില്ല, ഐ ഹാവ് ഇറ്റ്. ഓക്കെ. പക്ഷെ മറ്റോരോ ഓടിപ്പാഞ്ഞ് നടക്കും. അയ്യോ എനിക്ക് 1 തരുമോ, എനിക്ക് 2 തരുമോ, എനിക്ക് 3 തരുമോ, എനിക്ക് 4 തരുമോ, എനിക്ക് 5 തരുമോ എന്ന് ചോദിച്ചിട്ട്. മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഉള്ള ഇലക്ട്രോണിന്റെ നമ്പറിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 1, ഹീലിയത്തിന് 2, ലിഥിയത്തിന് 1, സോഡിയത്തിന് 1, പൊട്ടാഷ്യത്തിന് 1, കാൽഷ്യത്തിന് 2. ഔട്ടർ മോസ്റ്റ് എത്രയുണ്ടോ അതാണ്. ഇനി എല്ലാവരുടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞു? 8 തയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇപ്പം ഒരു ലിഥിയം നോക്കൂ. ലിഥിയത്തിന് 1 ഉണ്ട്. ഓക്കെ. ലിഥിയത്തിന് 1 ഔട്ടർ മോസ്റ്റിലുണ്ട്. ബെറിലിയത്തിന് എത്രയുണ്ട്? 2 ഉണ്ട്. ബോറോണിന് എത്രയുണ്ട്? 3 ഉണ്ട് അല്ലേ. ഇവർക്ക് ലിഥിയത്തിന് എത്ര കിട്ടിയാലേ 8 ആക്കാൻ പറ്റൂ? 7 വേണം. ഇവിടെ 6 വേണം. ഇവിടെ 5 വേണം. ഇവരിങ്ങനെ നോക്കി നടക്കുക ആരുടെയെങ്കിലും കയ്യിലുണ്ടോയെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 7 ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാവുമോ? 7 എണ്ണമൊക്കെ കൊടുക്കുക കഴിഞ്ഞാൽ അവർ അൺസ്റ്റേബിൾ ആയി പോകും അല്ലേ. അപ്പൊ ഇതിന് എളുപ്പം ഒരു വഴി എന്തെന്നറിയാമോ? ഈ ലിഥിയം ഇതിനെ അങ്ങ് കളയും. ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ എടുത്തോ, എടുത്തോ. എന്തിനാ കൊടുക്കണേ? അപ്പൊ അതിന് മുമ്പിലത്തതിൽ ഫുള്ളാവും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ സോഡിയത്തിന്റെ 1 ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ സോഡിയത്തിനും 7 ആരോടെങ്കിലും ചോദിക്കാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് ആരെങ്കിലും ചോദിച്ചോണ്ട് എനിക്ക് 1 തരുമെന്ന്. ഉടനെ സോഡിയം എന്നാ അങ്ങ് എടുത്തോ. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ ഇതിപ്പോ ഫുള്ളായി, ലേറ്റായി, സോഡിയം ഹാപ്പിയായി. ഓക്കെ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കൊടുക്കുന്നവരാരാണ്? മെയിൻലി മെറ്റൽസ് ആണ്. അവരെന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? കാരണം അവരുടെ ഔട്ടർ മോസ്റ്റ് 1, 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇനി ചിലർക്ക് 7, 6, 5 ഉണ്ട് അല്ലേ. അപ്പൊ അവർക്ക് എന്ത് വേണം? അവർക്ക് ആരെ വേണം? ഇവിടെ 7ന് 1 വേണം, 6ന് 2 വേണം, 5ന് 3 വേണം. അപ്പൊ ഇവിടെ 7 കൊടുക്കുന്നതാണോ നല്ലത്, 1 എടുക്കുന്നതാണോ നല്ലത്? 1 എടുക്കുന്നതല്ലേ നല്ലത്. 7 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തോ 1 എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇവര് എടുക്കും. ഇത് ടേക്സ്. ഇവിടെയും 2 എണ്ണം എടുക്കും, ഇവിടെ 3 എണ്ണം എടുക്കും. അപ്പൊ എടുക്കുന്നവർ എങ്ങനെയാണ്? നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് 1, 2, 3 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരതിനെ നഷ്ടപ്പെടുത്തി അതിന് മുമ്പിലത്തെ ഷെല്ല് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അവര് മെറ്റൽസിൽ വരാറുള്ളത്. അതേസമയം 5, 6, 7 ആണെങ്കിൽ അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വീകരിക്കുമ്പോൾ എന്ത് പറ്റും? അവർക്ക് ഇലക്ട്രോൺസ് കിട്ടുന്നു. അങ്ങനെ അവർ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് മിക്കവാറും നോൺ മെറ്റൽസ് ആണ്. ഇനി ഇടയ്ക്ക് ഇതിലില്ലാത്തൊരു നമ്പർ ആരാണ്? നമ്മുടെ 4. 8 വേണ്ടല്ലോ, കാരണം 8 ഹാപ്പിയാണ്. ഈ 4 വരുമ്പോൾ കൊടുക്കാനും 4, എടുക്കാനും 4. അപ്പൊ അവരെന്ത് ചെയ്യും? കൊടുക്കാനും പോവില്ല, വാങ്ങാനും പോവില്ല, പകരം ഒന്ന് ഷെയർ ചെയ്യും. വേറൊരാൾക്ക് 4 വേണം, എനിക്ക് 4 വേണം, ഓക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരാൾക്ക് 1 വേണം, അങ്ങനെ അതുപോലത്തെ 4 പേര് വന്നാൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരാൾക്ക് 2 വേണം, അങ്ങനത്തെ 2 പേര് വന്നാൽ ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഷെയറിങ്ങിലാണ് ഇവര് പോകുന്നത്. അപ്പോൾ എല്ലാ ആറ്റംസും അവരുടെ ഔട്ടർ മോസ്റ്റിൽ 8 ഇല്ല എന്നുണ്ടെങ്കിൽ, ഒക്ടേറ്റ് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവര് റിയാക്ഷനിൽ ഏർപ്പെടും. എങ്ങനെ? ഇതർ ഗിവിങ്, കൊടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച്,
അല്ലെങ്കിൽ ഷെയർ ചെയ്ത്. എന്തിനാണ് അപ്പോൾ ഇവർ റിയാക്ട് ചെയ്തത്? എങ്ങനെയെങ്കിലും ഔട്ടർ മോസ്റ്റ് ഒക്ടറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കൊടുക്കുകയോ വാങ്ങുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന നമ്പറിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പം വാലൻസി എന്ന് പറയുന്നത് നമ്മുടെ കമ്പൈനിങ് കപ്പാസിറ്റി, എത്ര കമ്പൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. എൻ്റെ ഒന്നേ ഉള്ളെങ്കിൽ ഒന്ന് വെച്ചാണ് കമ്പൈനിങ്, രണ്ടുണ്ടെങ്കിൽ രണ്ടാണ് കമ്പൈനിങ് കപ്പാസിറ്റി, മൂന്നാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ഒക്ടോപ്പസിൻ്റെ കൈയുടെ കഥ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വാലൻസി വാലൻസ് ഇലക്ട്രോൺ 1 തൊട്ട് എത്ര വരെ പോകും? 1, 2, 3, 4, 5, 6, 7, 8 വരെ പോകാം. പക്ഷേ വാലൻസി എന്ന് പറയുന്നത് 1, 2, 3, 4 കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കുകയല്ലേ. പക്ഷെ ഇവിടെ സ്വീകരിക്കുന്നത് എത്ര? 1, ഇവിടെ സ്വീകരിക്കുന്നത് 2, ഇവിടെ സ്വീകരിക്കുന്നത് 3. അപ്പൊ ഇവിടെയും അതിന്റെ വാലൻസി എത്രയാണ്? സ്വീകരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ കൊടുക്കുന്ന നമ്പറാണ്. ഒരിക്കലും 7, 6, 5 ഒന്നും കൊടുക്കുകയില്ല, സ്വീകരിക്കുകയില്ല. 1, 2, 3 സ്വീകരിക്കും അല്ലെങ്കിൽ കൊടുക്കും, 4 ആണെങ്കിൽ ഷെയർ ചെയ്യും. അപ്പൊ ഈ ഒരു 1, 2, 3, 4 പിന്നെ 0 വരും. അതായത് ഇപ്പൊ ഓൾറെഡി 8 ഉള്ളവരാണെങ്കിൽ നിയോണിന് കൊടുക്കുകയും വേണ്ട വാങ്ങുകയും വേണ്ട, അപ്പൊ അതിന്റെ വാലൻസി 0 ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ വാലൻസ് ഇലക്ട്രോൺ 1 മുതൽ 8 വരെ പോകും, വാലൻസി 1, 2, 3, 4, 0. ഓക്കെ, പിന്നെ വീണ്ടും അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് വാലൻസും വാലൻസിയും വാലൻസ് ഇലക്ട്രോൺസും മനസ്സിലാക്കി വയ്ക്കേണ്ടത്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത്. അതിന് ചുറ്റുമാണ് ഓർബിറ്റിൽ കൂടി ആര് പാസ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോൺസ്. അപ്പോൾ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ സാധാരണയായി Z എന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ അതേ ഓർഡർ തന്നെയാണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, ഞാൻ പറഞ്ഞു 20 വരെ നിങ്ങൾ കാണാതെ പഠിക്കാൻ. ആ ഒരു ഓർഡർ തന്നെയാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നിങ്ങളുടെ റോൾ നമ്പർ പോലെയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 25 നിങ്ങളാണെങ്കിൽ അത് മറ്റൊരാൾക്ക് കാണില്ല അല്ലേ? അതുപോലെയാണ് അറ്റോമിക് നമ്പർ. 1 എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്, 11 എന്ന് പറഞ്ഞാലോ അത് നമ്മുടെ സോഡിയം ആണ്, 20 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാൽഷ്യം ആണ്. അപ്പം അതിലൊരു മാറ്റം വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആ പ്രോട്ടോൺസിന്റെ എണ്ണം സ്ഥിരമാണ്. പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ് ശരിക്കും ഇലക്ട്രോണിന്റെ എണ്ണം. എത്ര പ്രോട്ടോൺ സെന്ററിലുണ്ടോ, ന്യൂക്ലിയസിലുണ്ടോ, അത്രയും ഇലക്ട്രോൺസ് ആണ് ഓർബിറ്റിലുള്ളത്. പക്ഷെ നമ്മൾ ഇലക്ട്രോണിനെ എടുക്കാത്ത എന്തെന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ എണ്ണം ന്യൂട്രൽ ആയിരിക്കുമ്പോൾ സെയിം ആയിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ റിയാക്ഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇലക്ട്രോൺ കൊടുക്കും, ഇലക്ട്രോൺ വാങ്ങും, അപ്പോഴെല്ലാം അതിന്റെ നമ്പറിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടോണെ സെലക്ട് ചെയ്യുന്നത്. പ്രോട്ടോൺ ഒരിക്കലും ഒരു റിയാക്ഷനിലും പങ്കുകൊള്ളുന്നില്ല, അത് അവിടെ അങ്ങനെ സെന്ററിലാണ്. അപ്പോൾ അതാണ് അറ്റോമിക് നമ്പർ. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ മാസാണ്. അത് മാസ് എന്ന് പറയുന്നത് അതിന്റെ ഭാരം. അത് എവിടെയാണുള്ളത്? ഭാരമല്ല, പിണ്ഡം അല്ലെ? ഭാരം വെയിറ്റ് ആണ്, പിണ്ഡം. അതെവിടെയാണുള്ളത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും ഇത് നോക്കണ്ടേ, വെയിറ്റ്. അപ്പോൾ പ്രോട്ടോണിന്റെ വെയിറ്റും ന്യൂട്രോണിന്റെ വെയിറ്റും ചേർന്നതാണ് ആ ആറ്റത്തിന്റെ മാസ് നമ്പർ. പക്ഷേ ഇവിടെ വെയിറ്റിന് പകരം നമ്മൾ നമ്പർ എടുക്കാം. നമ്പർ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. അതെന്തുകൊണ്ടാണ് നമ്മൾ നമ്പർ പറയുന്ന മാസ് എന്ന് പറയുമ്പോൾ? നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ മാസ് എത്രയാണ്? 1 യൂണിറ്റ്. അപ്പോൾ നമ്പറിന് ഈക്വൽ അല്ലേ? അപ്പോൾ 5 പ്രോട്ടോൺ ആണെങ്കിൽ 5 യൂണിറ്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്പർ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെത്തുകയാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രോണിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തതിന്റെ കാരണം എന്താ? ഇലക്ട്രോൺസിന് മാസ് നെഗ്ലിജിബിൾ ആണെന്ന് നമ്മൾ സൂചിപ്പിച്ചു അല്ലേ? ഇനി അതിനെ നമുക്ക് എ എന്നൊരു ലെറ്റർ കൊണ്ടാണ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അറ്റോമിക് മാസ് U ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഐസോടോപ്സ്. ഒരു ആറ്റത്തിന് ഒരു അറ്റോമിക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, അല്ലെങ്കിൽ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 17 ആണ്, അലൂമിനിയം എന്ന് പറഞ്ഞാൽ 13 ആണ്. അത് അതിന്റെ നമ്പറാണ്. അപ്പോൾ പ്രോട്ടോൺ സെയിം ആയിരിക്കും, എങ്കിലും അവരുടെ മാസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ 1H1 എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോൺ ഉണ്ട്, മാസ് നമ്പറും 1 ആണ്. അതെങ്ങനെ മാസ് നമ്പർ 1 ആകാൻ പറ്റും? പ്രോട്ടോണും ന്യൂട്രോണും ആഡ് ചെയ്യണ്ടേ? പക്ഷേ ഹൈഡ്രജൻ ഒരു പ്രത്യേക തരം എലമെന്റ് ആണ്. ഈ ഹൈഡ്രജന് മാത്രം ന്യൂട്രോൺ ഇല്ല. അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും പുറത്ത് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോണും ഉള്ളൂ, അവർക്ക് ന്യൂട്രോണേ ഇല്ല. അപ്പം അതുകൊണ്ട് ആറ്റമിക് നമ്പറും 1 ആണ്, മാസ് നമ്പറും 1 ആണ്. പക്ഷേ ചില ഹൈഡ്രജന് ഒരു ന്യൂട്രോൺ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി? 1H2. മറ്റേതിലാണെങ്കിലോ 1H3. ഈ 1 മാസ് നമ്പർ ആണെങ്കിൽ പ്രോട്ടിയം, 2 ആണ് മാസ് നമ്പർ എന്നെങ്കിൽ ഡ്യൂറ്റീരിയം, 3 ആണെങ്കിൽ ട്രിഷ്യം. അപ്പം ഇവിടെ എല്ലാം അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ്. അപ്പോൾ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്, അത് പറയേണ്ട കാര്യമില്ല, സെയിം ആയിരിക്കും. പക്ഷെ മാസ് നമ്പർ വ്യത്യാസം വന്നാൽ അവരെ നമ്മൾ അതിന്റെ ഐസോടോപ്സ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ കാർബൺ 6 പ്രോട്ടോൺ ഉണ്ട്, അപ്പോൾ അറ്റോമിക് നമ്പർ 6.
പക്ഷേ കാർബണിൻ്റെ മാസ് എത്രയാണ്? 12ന്റെ കാർബണും ഉണ്ട്, 14ന്റെ കാർബണും ഉണ്ട്. ഇതിനെ നമ്മൾ ഇതിൻ്റെ ഹെവി ഐസോട്ടോപ്പ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ക്ലോറിൻ 17 അറ്റോമിക് നമ്പർ. അതായത് 17 പ്രോട്ടോൺസ് ഉണ്ട്, 17 ഇലക്ട്രോൺസും ഉണ്ട്. പക്ഷേ മാസ് നമ്പർ എത്രയാണ്? 35 ക്ലോറിനും ഉണ്ട്, 37 ക്ലോറിനും ഉണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ ആറ്റമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. അല്ലെങ്കിൽ കോപ്പർ എടുത്താൽ 63.5 ആണ്. അതെന്തുകൊണ്ടാണ് ഈ ഡെസിമൽ നമ്പർ വരുന്നത്? എന്തുകൊണ്ടാണ് ഹോൾ നമ്പർ വരാത്തത്? ഉത്തരം ലളിതമാണ്. ഇവിടെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് അല്ലേ നമുക്ക് എടുക്കേണ്ടത്. കാരണം എനിക്ക് കിട്ടുന്ന ക്ലോറിൻ, ഞാനിപ്പോൾ കുറേ ക്ലോറിൻ ആറ്റംസ് എടുത്തു, എനിക്കറിയില്ല ഏതൊക്കെയാണ് 35 ക്ലോറിൻ, ഏതൊക്കെയാണ് 37 ക്ലോറിൻ അല്ലേ. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു ആവറേജ് വാല്യൂ എടുത്താൽ മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള മാസ് നമ്പർ കിട്ടുകയുള്ളൂ. അപ്പോൾ ക്ലോറിൻ 35 മാസ് നമ്പർ ഉള്ള ക്ലോറിൻ 75% അക്കറൻസ് ഉണ്ട്. അതേസമയം 25% ക്ലോറിൻ എങ്ങനെയുള്ളതാണ്? 37 ഉള്ളതാണ്. അപ്പോൾ 75% ഉള്ള 35ഉം 25% ഉള്ള 37ത്തെയും കൂടി ആഡ് ചെയ്യണം. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 35 × 75/100. 75% എന്ന് വെച്ചാൽ എന്താണ്? 75/100. അത് 35ന്റെ. അതുപോലെ 37 എത്രയുണ്ട്? 25%. അപ്പോൾ 25/100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 35.5 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഡെസിമൽ വരുന്നത്. ഇനി ലാസ്റ്റ് കോൺസെപ്റ്റ് ഐസോബാർ ആണ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മാസ് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയോ ഡിഫറെൻറ്റ് എലമെൻ്റ് ആയിരിക്കും. ഇവിടെ എലമെൻറ്റ് സെയിം ആണ്. കാരണം എന്താ? അറ്റോമിക് നമ്പർ സെയിം ആണ്, അവരുടെ മാസ് നമ്പറാണ് ഡിഫറെൻറ്റ്. ഇവിടെ നോക്കൂ, ആർഗൺ എന്നൊരു എലമെൻറ്റിന് 18 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 18 പ്രോട്ടോൺസ് ഉണ്ട്. കാൽഷ്യത്തിനോ 20 പ്രോട്ടോൺസ് ഉണ്ട്. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. അങ്ങനെയുള്ളവയെ നമ്മൾ പറയുന്ന പേരാണ് ഐസോബാർസ്. അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് നമ്പർ എന്ന് പറയുന്നത് 24ഉം അറ്റോമിക് നമ്പർ 11ഉമാണ്. മഗ്നീഷ്യം, സാധാരണ മഗ്നീഷ്യത്തിന് 12 അറ്റോമിക് നമ്പറും 24ആണ് മാസ് നമ്പർ. അപ്പം റേഡിയോ ആക്റ്റീവ് സോഡിയത്തിനും മഗ്നീഷ്യത്തിനും ഒരേ മാസ് നമ്പർ വന്നതുകൊണ്ട് അവരെ നമുക്ക് ഐസോബാർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ആദ്യത്തെ റിയാക്ഷൻസ്, എക്സ്പെരിമെൻറ്റ്സ്, റുദർഫോർഡ് ആറ്റത്തിൻ്റെ മോഡലൊക്കെ പഠിച്ചു വെക്കണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യാം. ഒരു ആറ്റത്തിന് സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. ചുറ്റും ഓർബിറ്റിൽ ആരുണ്ട്? ഇലക്ട്രോൺസ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. എപ്പോഴും നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ ആയതുകൊണ്ട് ഇത് ആറ്റം ആസ് എ ഹോൾ ന്യൂട്രൽ ആയിരിക്കും. ഇനി പ്രോട്ടോണിൻ്റെ മാസ് 1 യൂണിറ്റ്, ന്യൂട്രോണിൻ്റെ മാസ് 1 യൂണിറ്റ്, ഇലക്ട്രോണിന് മാസ് ഇല്ല. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുമ്പോഴാണ് മാസ് നമ്പർ കിട്ടുന്നത്. K, L, M, N എന്നീ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മൾ 2n² എന്ന ഫോർമുല വെച്ച് കണ്ടുപിടിച്ചു. കെയിലെ മാക്സിമം 2, ബാക്കിയുള്ളതിൽ മാക്സിമം കൂടുതലാണെങ്കിലും ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ എപ്പോഴും 8 പാടുള്ളൂ. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും 8 ഇലക്ട്രോൺ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്താൽ അതിന് പിന്നെ റിയാക്ഷൻ്റെ ആവശ്യമില്ല, അൺറിയാക്റ്റീവ് ആകും. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. ഇനി ഇലക്ട്രോൺസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കണ്ടു. 2 K ഷെല്ലിൽ, അത് ഹീലിയം ആണെങ്കിൽ. ഇപ്പോൾ കാർബൺ ആണെങ്കിലോ K ഷെല്ലിൽ 2, L ഷെല്ലിൽ 4, ടോട്ടൽ 6. സോഡിയം വന്നപ്പോഴോ Kയിൽ 2, Lയിൽ 8, Mയിൽ 1. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് 15. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? 2,8. അപ്പോൾ 10. ഇനി എത്രയുണ്ട്? 5. 2, 8, 5. ഓക്കെ, അങ്ങനെ എഴുതാം. 18 ആണെങ്കിലോ 2, 8, 8. 12 ആണെങ്കിലോ 2, 8, 2. 5 ആണെങ്കിലോ 2,3. ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അവസാനം നോക്കുക, അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, 7 ആണോ, 8 ആണോ? അതാണ് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ്. ഇനി 1, 2, 3 ആണോ ഉള്ളതെങ്കിൽ അവരതിനെ കൊടുത്തിട്ട് അതിന് മുമ്പിലത്തെ ഷെല്ല് സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് അതിൻ്റെ വാലൻസി 1, 2 or 3. ഇനി 5, 6, 7 ആണെങ്കിൽ അവ 3, 2, 1 എന്നീ രീതിയിൽ സ്വീകരിച്ച് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ വാലൻസിയും 3, 2, 1 ആണ്. ഇനി 8 ആണെങ്കിൽ വാലൻസി 0 ആണ്. 4 ആണെങ്കിലും വാലൻസി 4 ആണ്, പക്ഷെ അവിടെ ഷെയർ ചെയ്യും. അതെല്ലാം ചെയ്യുന്നത് ഒക്ടറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാലൻസി 1, 2, 3, 4, 0 എന്നീ വാല്യൂസിൽ നിൽക്കുന്നു. പിന്നെ പ്രോട്ടോണിൻ്റെ നമ്പറാണ് ആറ്റമിക് നമ്പർ. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേർന്നാണ്
മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള ഒരേ എലമെന്റ് പല മാസ് നമ്പറിൽ എക്സിസ്റ്റ് ചെയ്താൽ ഐസോടോപ്പ് എന്ന് പറയും. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സിന് സെയിം മാസ് നമ്പർ വന്നാൽ അവരെ നമ്മൾ ഐസോബാർ എന്ന് വിളിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെസൺസ് ഒക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ആളുകളിൽ റീച്ച് ചെയ്യിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ. താങ്ക് യു.